അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബത്തിഹി വമൻ വാലാ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് നമ്മുടേത് 18ാമത്തെ ഹദീസാണ് അൽ അർബഊൻ അൻ നവവിയയിൽ. പ്രസ്തുത ഹദീസ് നമുക്ക് ഇപ്രകാരം വായിക്കാം. അൻ അബീ ദർറിൻ ജുന്ദുബ് ബിൻ ജുനാദ وأبي عبد الرحمن معاذ بن جبل رضي الله عنهما عن رسول الله صلى الله عليه وسلم قال اتق الله حيثما كنت وأتبع السيئة الحسنة تمحها وخالق الناس بخلق حسن. رواه الترمذي وقال حديث حسن وفي بعض النسخ حسن صحيح. ഈ ഹദീസ് 3 വാചകങ്ങളെയാണ് ഉൾക്കൊള്ളുന്നത്. വളരെ അർത്ഥഗാംഭീര്യമുള്ള എന്നാൽ പദപ്രയോഗങ്ങൾ വളരെ ഹ്രസ്വമായ 3 വാചകങ്ങൾ. അതിലേക്ക് വരും മുമ്പ് നമുക്ക് ഹദീസിൻ്റെ റാവിമാരെ പരിചയപ്പെടാം. അൻ അബീ ദർറിൻ ജുന്ദുബ് ബിൻ ജുനാദ വ അബി അബ്ദുറഹ്മാൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുമാ. ഈ ഹദീസ് 2 സഹാബികളിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്നതായിട്ടാണ് ഇവിടെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്നത്. ഒന്ന് അബൂദർ, അദ്ദേഹത്തിൻ്റെ പേര് ജുന്ദുബ് ഇബ്നു ജുനാദ, ബനു ഗിഫാർ ഗോത്രക്കാരനാണ്. അതുകൊണ്ട് അദ്ദേഹം അൽ ഗിഫാരി എന്ന പേരിൽ പ്രസിദ്ധനാണ്. ജുന്ദുബ് ഇബ്നു ജുനാദ അൽ ഗിഫാരി, അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ് അബൂദർ. മക്ക മദീന നാടുകൾക്കിടയിൽ, ഹറമുകൾക്കിടയിൽ മദീനയോട് മക്കയേക്കാൾ അടുത്ത് കിടക്കുന്ന പല ഗോത്രങ്ങളും ഉണ്ടായിരുന്നു. അതിൽ ഒരു ഗോത്രമാണ് ഗിഫാർ ഗോത്രം. അവിടെ നിന്നാണ് അബൂദർ മക്കയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് ഇസ്ലാം ആശ്ലേഷിക്കുന്നത്. രഹസ്യ പ്രബോധന കാലഘട്ടം 3 വർഷമായിരുന്നു. അതിൻ്റെ അവസാന സമയമാണ് അബൂദർ മക്കയിൽ വരുന്നത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഗിഫാർ ഗോത്രത്തിൽ കേട്ടത് അസ്സാബി, പുത്തൻവാദി എന്നായിരുന്നു. അതുകൊണ്ട് മക്കയിൽ വന്ന അദ്ദേഹം ചോദിക്കുന്നതും പുത്തൻവാദിയാണ്. ഐന അസ്സാബി, എവിടെയാണ് പുത്തൻവാദി എന്ന്. അപ്പോൾ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരന്വേഷിച്ചാലും അവരെ അന്ന് ദ്രോഹിക്കുമായിരുന്നു. അത് കേട്ട മാത്രയിൽ അബൂദറിനെ അവർ അടിച്ചു വീഴ്ത്തുകയാണ് ചെയ്തത്. അദ്ദേഹം അന്ന് മുസ്ലിം ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹം കഅബയുടെ പരിസരത്ത് വന്ന് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിക്കാൻ ഭയന്ന് 30 ദിവസം അവിടെ കഴിച്ചുകൂട്ടി. സംസം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പശിയടക്കാനുള്ള വിഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അദ്ദേഹം ഒരു ദിനം രാത്രി കണ്ടുമുട്ടി. കൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ദാറുൽ അർഖമിലേക്ക് വരാൻ അപേക്ഷിച്ച് അബൂദർ അവിടെ എത്തി ഇസ്ലാം ആശ്ലേഷിക്കുകയാണ് ഉണ്ടായത്. അസ്സലാമു അലൈക യാ റസൂലല്ലാ എന്ന അഭിവാദ്യം ആദ്യമായി അർപ്പിച്ച വ്യക്തിയാണ് അബൂദർ എന്ന അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു. അബൂദർ ജുന്ദുബ് റളിയല്ലാഹു അൻഹു ഗിഫാറിൽ നിന്ന് മക്കയിലേക്ക് വന്നു. പിന്നെ മക്കയിൽ നിന്ന് ഗിഫാറിലേക്ക് പോയി അവിടെ ദീൻ പഠിപ്പിച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിൽ ചെന്ന് തൻ്റെ ഗോത്രവുമായി വന്ന് കണ്ടുമുട്ടി. അവരെല്ലാവരും അന്ന് ഇസ്ലാം ആശ്ലേഷിച്ചിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹത്തിന് മദീനയിൽ നിന്ന് സിറിയയിലേക്ക് പോകേണ്ടി വന്നു. സിറിയയിൽ മുആവിയ റളിയല്ലാഹു തആല അൻഹുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങളിൽ വീണ്ടും മദീനയിലേക്ക് വന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം റബദയിലേക്ക്, മദീനയിൽ നിന്ന് അല്പം അകലെയുള്ള റബദയിലേക്ക് മാറി താമസിക്കുകയും അങ്ങനെ അദ്ദേഹം ആ റബദയിൽ വെച്ച് ഉസ്മാൻ്റെ ഭരണകാലത്ത് മരണപ്പെടുകയുമാണ് ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു, അബൂദർ യഈഷു വഹീദൻ വയമൂതു വഹീദൻ വയുബ്അസു വഹീദ. അബൂദർ തനിച്ച് ജീവിക്കും, തനിച്ചായിരിക്കെ മരണപ്പെടും, തനിച്ചൊരിടത്ത് നിന്ന് അദ്ദേഹം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ മരണവും അദ്ദേഹം റബദയിൽ ഒഴിഞ്ഞ് കഴിഞ്ഞ കാലത്തായിരുന്നു എന്നതാണ് ചരിത്രം. ഏറെ മഹത്വങ്ങളുള്ള സഹാബിയാണ് അബൂദർ ജുന്ദുബ് ബിൻ ജുനാദ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു. അബൂ അബ്ദുറഹ്മാൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ഉമ്മത്തികളിൽ ഏറ്റവും കൂടുതൽ ഹലാൽ ഹറാം വിഷയങ്ങളിൽ ജ്ഞാനമുള്ള വ്യക്തിയാണ്. ആലമു ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാമി മുആദ് ബിൻ ജബൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചെറുപ്രായത്തിൽ ഇസ്ലാം ആശ്ലേഷിക്കുവാൻ അവസരം ലഭിച്ച മഹാനാണ് മുആദ്. അദ്ദേഹം ദീൻ പഠിപ്പിക്കുവാൻ നിയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. നിവേദക സംഘം എന്ന പോലെയായിരുന്നു. മക്കം ഫതഹായപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ അവിടെ നിയോഗിച്ചു ആളുകളെ പഠിപ്പിക്കാൻ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ യമനിലേക്ക് നിയോഗിച്ചു അവിടെ ആളുകളെ ദീൻ പഠിപ്പിക്കാൻ. അബൂ മൂസൽ അശ്അരിയും മറ്റു 6 പേരും യമനിൽ നിയുക്തരായിരുന്നു. അവരെ എല്ലാം ചെന്ന് കണ്ട് അവർക്ക് വേണ്ട ദീനീ വിഷയങ്ങൾ ബോധ്യപ്പെടുത്താൻ മുആദ് നിശ്ചയിക്കപ്പെട്ടിരുന്നു. മുആദ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് സിറിയയിലേക്കും നിയോഗിക്കപ്പെട്ടു. അവിടെ ആളുകളെ പഠിപ്പിക്കൽ കൂടി ആ നിയോഗത്തിൻ്റെ ലക്ഷ്യമായിരുന്നു. പക്ഷേ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ 33-ാമത്തെ വയസ്സിൽ സിറിയയിൽ ഹിജ്റാബ്ദം 18 ഒരു പകർച്ചവ്യാധി പടർന്നു പിടിച്ചു. അതിൽ പ്രമുഖ സഹാബികളൊക്കെ രക്തസാക്ഷികളാവുകയുണ്ടായി. അവരുടെ ആ പരീക്ഷണം മുആദ് റളിയല്ലാഹു അൻഹുവിനും ഏൽക്കുകയുണ്ടായി. ഹിജ്റാബ്ദം 18 മുആദ് റളിയല്ലാഹു തആല അൻഹു സിറിയയിലെ അംവാസിൽ വെച്ച് രക്തസാക്ഷിയായി. അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് ആളുകളോട് പറയുന്നുണ്ട്, റവ്വിഹൂനി ഹത്ത അന അൽഖല്ലാഹ് കമാ ലഖിയഹു ഈസ ഇബ്നു മറിയം. ഇന്ന് പ്രദോഷമാകുമ്പോൾ നിങ്ങൾ എന്നെ അന്ത്യയാത്രയാക്കണം. ഈസ ഇബ്നു മറിയം അള്ളാഹുവിനെ കണ്ടുമുട്ടിയതുപോലെ എനിക്കും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ. അദ്ദേഹം പറയാൻ കാരണം ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ടത് അദ്ദേഹത്തിന് 33-ാമത്തെ വയസ്സിലാണ്. മുആദ് റളിയല്ലാഹു അൻഹു 33-ാമത്തെ വയസ്സിലാണ് മരണം വരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരേ പ്രായത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ആ സംസാരം. മുആദ് റളിയല്ലാഹു തആല അൻഹു ഉലമാക്കൾക്ക് ഒരു റത്വ അകലത്തിൽ അവരെ നയിക്കുന്നവനായി പരലോക കോടതിയിൽ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരു റത്വ ദൂരപരിധി എന്ന് പറഞ്ഞാൽ ഒരു ശക്തൻ അമ്പെയ്താൽ ആ അമ്പ് ചെന്ന് തറക്കുന്ന ദൂരമാണ്. അപ്പോൾ ഉലമാക്കളെ പിന്നിൽ അണിനിരത്തി മുആദ് അവരുടെ മുന്നിൽ നായകനായി അള്ളാഹുവിലേക്ക് വരുന്ന വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയത്. മുആദ് റളിയല്ലാഹു തആല അൻഹു അത്രമേൽ മഹനീയനായ സഹാബിയാണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു ഭാഗം ഉണർത്തിയത്. അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ് അബൂ അബ്ദുറഹ്മാൻ. അദ്ദേഹത്തിന് അബ്ദുറഹ്മാൻ എന്ന് പറയുന്നൊരു മകനുണ്ടായിരുന്നു. ആ മകനും മുആദ് റളിയല്ലാഹു അൻഹുവിനെ തുടർന്ന് അംവാസിൽ രക്തസാക്ഷിയായ മഹാനാണ്. ഏതായാലും അബൂദർ ജുന്ദുബ് ബിൻ ജുനാദയും അബൂ അബ്ദുറഹ്മാൻ മുആദ് ഇബ്നു ജബലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നത് എന്താണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത് വഅത്ബിഇ സയ്യിഅത്തൽ ഹസന തംഹുഹ വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. ഇത്തഖില്ലാഹ്, നീ അള്ളാഹുവിൽ തഖ്വയുള്ളവരാകണം. ഹൈസുമാ കുൻത്, നീ എവിടെയാണെങ്കിലും. ഹൈസുമ എന്ന് പറഞ്ഞാൽ അത് ദർഫു സമാനും ദർഫു മക്കാനും പ്രയോഗിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ നീ ഏത് സ്ഥലത്താണെങ്കിലും, നീ ഏത് കാലഘട്ടത്തിലാണെങ്കിലും അവസരത്തിലാണെങ്കിലും അള്ളാഹുവിൽ തഖ്വയുള്ളവനാകണം എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹ്വാനം. ഇത്തഖില്ലാഹ ഹൈസുമ കുൻത്. തഖ്വ നമ്മളെപ്പോഴും കേൾക്കുന്ന പ്രയോഗമാണ്. തഖ്വ വിഖായയിൽ നിന്നാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും അള്ളാഹുവിൻ്റെ കോപങ്ങളിൽ നിന്നും നരകത്തിൽ നിന്നും നമ്മൾ മറ സ്വീകരിക്കലാണ് തഖ്വ. അത് നമുക്ക് ഏൽക്കാതിരിക്കാൻ. അതിന് വേണ്ടത് എന്താണ്? അള്ളാഹുവിൻ്റെ ദേഷ്യം ഭവിക്കാതിരിക്കാൻ സ്വീകരിക്കേണ്ട മറ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പ്രയോഗവൽക്കരിക്കലാണ്. അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടകലലും അത് വർജിക്കലുമാണ്. അപ്പം അങ്ങനെയാണ് തഖ്വ സാക്ഷാത്കരിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ തഖ്വ 3 ആശയങ്ങളെ ദ്യോതിപ്പിച്ചാണ് വന്നിട്ടുള്ളത്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും, ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിൽ തഖ്വയുള്ളവരാകണം. അതേപോലെ നബിമാർ അവരുടെ ജനങ്ങളോട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് പറയുമ്പോൾ ഇദ് ഖാല ലഹും നൂഹുൻ അലാ തത്തഖൂൻ ഇദ് ഖാല ലഹും ഹൂദുൻ അലാ തത്തഖൂൻ ഇദ് ഖാല ലഹും സ്വാലിഹുൻ അലാ തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നില്ലേ എന്ന് നബിമാർ അനുയായികളോട് ചോദിക്കുന്നുണ്ട്, അവിശ്വാസികളായ അനുയായികളോട്. അവിടെ തഖ്വയുടെ ഉദ്ദേശം തൗഹീദിനെ സാക്ഷാത്കരിക്കുക, ഷിർക്കിനെ വെടിയുക എന്നുള്ളതാണ്. അപ്പോൾ തൗഹീദ് സാക്ഷാത്കരിച്ച് ഏകദൈവ വിശ്വാസം ഉൾക്കൊണ്ട് ബഹുദൈവ വിശ്വാസം മാറ്റിവെച്ച് ഒഴിവാക്കി തൗഹീദിനെ സാക്ഷാത്കരിക്കലാണ് ഇത്തരം പ്രയോഗങ്ങളിൽ ഉദ്ദേശം. ഇതേപോലെ വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി, വിശ്വാസികളെ വിളിച്ച് തഖ്വ ഉൾക്കൊള്ളാൻ പറയുന്നിടത്ത് ഉദ്ദേശം ഫിഉലു തആത്ത്, പുണ്യങ്ങൾ പ്രവർത്തിക്കലാണ്. വതർക്കുൽ മഅസിയ,
തെറ്റുകുറ്റങ്ങളും പാപങ്ങളും വെടിയലുമാണ്. ഫിഅലുൽ മഅ്മൂറാത്ത് കൽപ്പനകൾ പ്രാവർത്തികമാക്കലാണ്. വതർക്കുൽ മൻഹിയാത്ത് വിരോധങ്ങൾ വിട്ടകലലാണ്. അപ്പോൾ വിശ്വാസം സാക്ഷാത്കരിച്ചവർ തെറ്റുകുറ്റങ്ങൾ വെടിഞ്ഞ് പുണ്യങ്ങൾ പ്രവർത്തിച്ച് തഖ്വ സാക്ഷാത്കരിക്കണം. ആ അർത്ഥത്തിലും തഖ്വ പരാമർശമാണ് വിശുദ്ധ ഖുർആനിൽ. പിന്നെ യാ അയ്യുഹൻ നബിയു തഖില്ല, നബിയെ നിങ്ങൾ തഖ്വയുള്ളവരാകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുണ്ട്. അവിടെ തഖ്വയുടെ പൂർണ്ണത കൈവരിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുമ്പോൾ തഖ്വയുടെ തേട്ടങ്ങളുണ്ട്, തഖ്വ ആവശ്യപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അതിൽ ഉറച്ചു നിൽക്കലാണ് ഉദ്ദേശം, അത് കൈവിട്ടു പോകാതെ കാത്തു സൂക്ഷിക്കലാണ് ഉദ്ദേശം എന്നൊക്കെ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തഖീങ്ങളുടെ ഇമാമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത്തഖില്ല എന്ന് പറയുമ്പോൾ തഖ്വയുടെ തേട്ടങ്ങൾ അതിൽ ഭംഗം വരാതെ, അതിൽ കുറവ് വരാതെ അത് യഥാവിധം നിലനിർത്തുക, കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് പണ്ഡിതന്മാർ ഉണർത്തി. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരും അവരുടെ തഖ്വയുടെ പൂർണ്ണത അത് നിലനിർത്തണം, അത് സാക്ഷാത്കൃതമാകാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നതൊക്കെയാണ് ഉദ്ദേശം എന്ന് തഫ്സീറുകളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഏതായാലും ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, നീ എവിടെയാണ് എങ്കിലും അള്ളാഹുവിൽ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം എന്നുള്ളതാണ് ഇവിടെ വസിയ്യത്ത്. വഅത്ബിഇൽ സയ്യിഅത്തൽ ഹസന, സയ്യിഅത്തിനെ ഹസനത്ത് കൊണ്ട് തുടർത്തണം എന്നാണ്. ഒരു തിന്മ വന്നു പോയാൽ ആ തിന്മയെ തുടർന്ന് നന്മ ചെയ്യുക എന്നാണ്. തംഹുഹ, എങ്കിൽ ആ നന്മ തിന്മയെ മായ്ച്ചു കളയും, പോക്കിക്കളയും എന്നുള്ളതാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത് തെറ്റ് ചെയ്താൽ തൗബ ചെയ്യണം എന്നുള്ളതാണ്. തൗബയും പാപമോചനത്തേട്ടവുമാണ് തെറ്റിനെ മായ്ക്കുക എന്നുള്ളതാണ്, തെറ്റിനെ പൊറുക്കാൻ കരണീയമായവ എന്നുള്ളതാണ്. ശരിയാണ്, തെറ്റ് ചെയ്താൽ നമുക്ക് പശ്ചാത്താപ ബോധമുണ്ടാകണം, തൗബയുടെ മനസ്സുണ്ടാകണം. തെറ്റ് വന്നു പോയാൽ നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തണം, പാപമോചനത്തേട്ടം നടത്തണം, ആ തെറ്റ് മായ്ക്കപ്പെടുന്നതിന് വേണ്ടി, പൊറുക്കപ്പെടുന്നതിന് വേണ്ടി. പക്ഷേ തൗബയും ഇസ്തിഗ്ഫാറും മാത്രമല്ല പാപം മായാനും തെറ്റ് പൊറുക്കാനുള്ളത്. പ്രത്യുത തെറ്റിനെ തുടർന്ന് നന്മ ചെയ്താൽ നന്മ തിന്മയെ മായ്ക്കും എന്നുള്ളതാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ഒരു യുവാവ് കടന്നു വന്ന് തൻ്റെ ഒരു വിഷയം ഉണർത്തുന്നുണ്ട്. അദ്ദേഹം ഒരു സ്ത്രീയെ കൊന്നതിൽ മനസ്താപമുള്ളവനായി ഒരു ഫത്വ ചോദിക്കാൻ വന്നതാണ്. കാര്യം, അദ്ദേഹം ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ അപേക്ഷ ആ സ്ത്രീ തിരസ്കരിച്ചു. മറ്റൊരാളെ ആ സ്ത്രീ ജീവിതസഖിയായി ഇഷ്ടപ്പെടുകയും ചെയ്തു. ഈ യുവാവിന് അതിൽ ഈർഷ്യതയുണ്ടായി, ഈ സ്ത്രീയെ കൊന്നു. പിന്നെയാണ് അയാൾക്ക് ബോധോദയം, പശ്ചാത്താപം ഉദിക്കുന്നത്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം ഈ വിഷയം വന്ന് പറഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, നിൻ്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ്. അയാൾ ഇല്ല എന്ന് പ്രതികരിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അയാളോട് സൽപ്രവൃത്തികൾ ധാരാളം ചെയ്ത് ശിഷ്ടകാലം പശ്ചാത്താപബോധമുള്ളവനായി സൽപ്രവൃത്തികളെ വർദ്ധിപ്പിച്ച് ജീവിക്കുവാനാണ്. ഈ സംഭവത്തിന് സാക്ഷിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ശിഷ്യൻ സുലൈമാൻ ഇബ്നു യസാർ റഹിമഹുല്ല ഇബ്നു അബ്ബാസിനോട് ചോദിക്കുന്നുണ്ട്, ഇബ്നു അബ്ബാസ്, നിങ്ങൾ എന്തിനാണ് അയാളുടെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത്? അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അയാൾ ഒരു മഹാകുറ്റകൃത്യമാണ് ചെയ്തത്, മഹാപാതകം. അത് മായ്ക്കപ്പെടാൻ വലിയ പുണ്യങ്ങൾ അയാൾക്ക് ആവശ്യമാണ്. മാതാവിന് പുണ്യം ചെയ്യുന്നതിനേക്കാൾ വലിയ പുണ്യം ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് അയാളുടെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത്. ഉണ്ടെങ്കിൽ ആ മാതാവിന് പുണ്യം ചെയ്ത് അയാൾ ചെയ്ത ഈ കടുത്ത അപരാധം അതിലൂടെ മായ്ക്കപ്പെടുന്നതിന് വേണ്ടി എന്നാണ് ഇബ്നു അബ്ബാസ് സുലൈമാൻ ഇബ്നു യസാർ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ആ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായത് എന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, തിന്മയെ നന്മ മായ്ക്കും, തിന്മയെ തുടർന്ന് നന്മ ചെയ്താൽ എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ ഒരാളെത്തി നബിയോട് താൻ ചെയ്ത ഒരു തെറ്റ് ആവലാതിപ്പെടുന്നത് നമുക്ക് ഹദീസുകളിൽ വായിക്കാം. ഒരു പരസ്ത്രീയെ ഒരാൾ ലൈംഗികമായി പ്രാപിച്ചില്ല, പക്ഷേ ചില ചേഷ്ടകൾ അന്യായമായി അനർഹമായി അയാൾ ചെയ്യുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ചോദിച്ചത്, അസല്ലൈത മാന, താങ്കൾ ഞങ്ങളുടെ കൂടെ നമസ്കരിച്ചോ എന്ന് ചോദിച്ചു. അതേ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ഒരായത്ത് ഓതി കൊടുത്തു. അത് ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത്, സുഹൃതങ്ങൾ ദുശ്ചെയ്തികളെ പോക്കിക്കളയും എന്ന ആശയമുള്ള ആയത്താണ്.
വാഖിമിസ്സലാത്ത തറഫൈൻ നഹാരി വസുലഫം മിനൽ ലൈലി ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്ത്. അപ്പോൾ ഇവിടെ വഅത്ബി സയ്യിഅത്തൽ ഹസനത തംഹുഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ വസിയ്യത്താണ്. തിന്മയെ തുടർന്ന് നന്മ ചെയ്യുക, നന്മ തിന്മയെ പോക്കും എന്നുള്ളത്. ഇനി മൂന്നാമത്തെ വസിയ്യത്ത്, വഖാലിഖിൻ നാസ ബി ഖുലുഖിൻ ഹസനിൻ. ഖാലിഖിൻ നാസ് എന്ന് പറഞ്ഞാൽ ആമിലിൻ നാസ്, ജനങ്ങളോട് വർത്തിക്കുക, പെരുമാറുക. ബിഖുലുഖിൻ ഹസൻ, സൽ സ്വഭാവം കൊണ്ട്. ജനങ്ങളോട് സൽ സ്വഭാവത്തിൽ വർത്തിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാമത് നിർവഹിച്ചതായ വസിയ്യത്ത്. സൽ സ്വഭാവങ്ങൾ സർഗസിദ്ധമായി, ജന്മസിദ്ധമായി ലഭിക്കുന്നവയുണ്ട്, അഭ്യസിച്ച് നേടുന്നവയുമുണ്ട്. മൻ തസബ്ബറ സബ്ബറഹുല്ലാ എന്നൊക്കെ പറഞ്ഞില്ലേ, ഒരാൾ ക്ഷമ അഭ്യസിച്ചുണ്ടാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ക്ഷമ കനിയുമെന്ന്, അല്ലെങ്കിൽ അയാൾക്ക് ക്ഷമ ഏകുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അഭ്യസിച്ച് സൽസ്വഭാവം നേടുന്നതുണ്ട്, പ്രകൃതിയ അള്ളാഹു കനിയുന്ന സൽസ്വഭാവവുമുണ്ട്. ബനു അബ്ദുൽ ഖൈസ് ഗോത്രം വിശുദ്ധ മദീനയണഞ്ഞു. അവരുടെ നേതാവായിരുന്നു അൽ അഷജ്. ഗ്രാമീണരായ അവർ മദീനയണഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള വ്യഗ്രതയിൽ അവർ വന്ന അതേ യാത്രാ വേഷത്തിലും ഭാവത്തിലും മസ്ജിദ് നബവിയിലേക്ക് കയറിയ സംഭവം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ ഞാനത് ഉണർത്തിയതും ഓർക്കുന്നു. ഏതായാലും അവരുടെ നേതാവായ അൽ അഷജ് അവരെ പോലെ ചെയ്തില്ല. അദ്ദേഹം തൻ്റെ വാഹനത്തെ ഒതുക്കി, ധരിച്ച വസ്ത്രങ്ങളൊക്കെ മാറി, യാത്രയുടെ മട്ടും ഭാവവുമൊക്കെ പോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം സ്വീകരിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞത്, ഇന്ന ഫീക ലഖുലുഖൈനി യുഹിബ്ബുഹും അല്ലാഹ്. താങ്കളിൽ രണ്ട് സ്വഭാവങ്ങൾ, അത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അൽ ഹിൽമു വൽ അനാത്ത്. ഒന്ന് താങ്കളുടെ വിവേകമാണ്, മറ്റൊന്ന് താങ്കളുടെ അവധാനതയാണ്. ഹിൽം എന്ന് പറഞ്ഞാൽ വിവേകം, കോപം ഒതുക്കി ദേഷ്യം ശമിപ്പിച്ചുകൊണ്ടുള്ള, വികാരത്തിന് അടിപ്പെടാതെ വിവേകപൂർവമായിട്ടുള്ള ഇടപാട്. അനാത്ത് ധൃതിയില്ലാതെയുള്ള അവധാനത, സാവകാശം. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, യാ റസൂൽ അല്ലാഹ്, അഖുലുഖൈനി തഖല്ലഖ്തു ബിഹിമ അം ജബലനി അല്ലാഹു അലൈഹിമ. ഞാൻ സ്വഭാവമായി അഭ്യസിച്ച് സ്വീകരിച്ച സ്വഭാവമാണോ ഇവ രണ്ടും, അതല്ല അള്ളാഹു എൻ്റെ പ്രകൃതിയിൽ ഊട്ടിയ സ്വഭാവമാണോ എന്ന് ചോദിക്കുമ്പോൾ, ബൽ ജബലക്കല്ലാഹു അലൈഹിമ, അള്ളാഹു നിങ്ങളുടെ പ്രകൃതിയിൽ ഊട്ടിയ സ്വഭാവമാണ് അവധാനതയും വിവേകവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ്ടായി. അപ്പോൾ അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ ജബലനി അലാ മാ യുഹിബ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധം എനിക്ക് ഈ പ്രകൃതിയേകി അള്ളാഹുവിന് സർവസ്തുതിയും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, സർഗസിദ്ധമായി ജന്മസിദ്ധമായി ലഭിക്കുന്ന സ്വഭാവങ്ങളുണ്ട്, ആളുകൾ അഭ്യസിച്ച് നേടുന്ന സ്വഭാവങ്ങളുണ്ട്. സ്വഭാവങ്ങൾ ഏതായാലും ഉത്കൃഷ്ട സ്വഭാവങ്ങൾ കൊണ്ട് ആളുകളെ ഇടപഴകുക, ആളുകളോട് പെരുമാറുക, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. ഇവിടെ ആളുകളെ ഉപദ്രവിക്കാതിരിക്കുക, ആളുകൾക്ക് ഔദാര്യമേകുക, ആളുകളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ ക്ഷമിക്കുക, മുഖപ്രസന്നതയിൽ പുഞ്ചിരിയിൽ ആളുകളെ അഭിമുഖീകരിക്കുക തുടങ്ങി സൽസ്വഭാവങ്ങൾ, ഇതൊക്കെയാണ് ഉദ്ദേശം എന്ന് പല സ്വഭാവങ്ങളെയും എടുത്തുദ്ധരിച്ച് പണ്ഡിതന്മാർ ഇവിടെ പ്രതിപാദിച്ചത് കാണുവാൻ സാധിക്കും. ഏതായാലും ഈ ഒരു ഹദീസ് നമ്മളോട് ചുരുങ്ങിയ പ്രയോഗങ്ങളാണെങ്കിലും മഹനീയമായ കാര്യങ്ങളെയാണ് ഉണർത്തുന്നത്, അറിയിക്കുന്നത്. നമ്മുടെ ദീനിൻ്റെ സവിശേഷതയെ അറിയിക്കുന്ന ഇത്തരം മഹനീയ വചനങ്ങൾ അത് നമ്മൾ പഠിച്ച് പ്രയോഗവൽക്കരിക്കേണ്ടവരാണ്. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത് വഅത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹാ വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. ഈ ഹദീസ് ഇമാം തുർമുദി അദ്ദേഹത്തിൻ്റെ സുനനിൽ നിവേദനം ചെയ്തു. എന്നിട്ട് അദ്ദേഹം അതിന് വിധി പറഞ്ഞു, ഹദീസുൻ ഹസൻ. സുനൻ തുർമുദിയുടെ ചില പ്രതികളിൽ, കോപ്പികളിൽ ഹസനുൻ സഹീഹ് എന്ന വിധിയാണ് അതിന് തുർമുദിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് ഇമാം തുർമുദിയുടെ ഒരു പ്രത്യേക സാങ്കേതിക ശബ്ദമാണ് ഹസനുൻ സഹീഹ് എന്നുള്ളത്. ഒരു നിലയ്ക്ക് ഹദീസ് ഹസനായും മറ്റൊരു നിലയ്ക്ക് സഹീഹായും ഒക്കെ വരുമ്പോഴാണ് ആ ഹദീസിനെ ഹസനുൻ സഹീഹ് എന്ന് ഇമാം തുർമുദി വിശേഷിപ്പിക്കാറ്, വിധിക്കാറ്. ഏതായാലും ഈ മഹനീയ ഹദീസ്, അതിൻ്റെ ചില ഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചത്, മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും എല്ലാ നന്മകളിലേക്കും ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ.
സൽസ്വഭാവികളായി സൽവൃദ്ധരായി ജീവിക്കാൻ അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യവിശ്വാസികളായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തി തൗഹീദിൽ മരണം വരിക്കാൻ അള്ളാഹു നമുക്ക് തുണ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.